ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റൂമിലുള്ള ഐറ്റംസ് മാത്രം വെച്ചൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. തട്ടിക്കൂട്ട് പായസത്തിന് വേണ്ടിയിട്ട് റൂമിൽ നോക്കിയപ്പം ശർക്കര ഉണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, പാലുണ്ടായിരുന്നു. എന്നാ പിന്നെ പയർ പായസം വെക്കാന്ന് വിചാരിച്ചിട്ട് പയറെടുത്ത് കുക്കറിയിട്ട് വേവിക്കുകയാണ്. കുറച്ച് പാല് ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പില് ശർക്കരയും പാവ് കാച്ചണം. ഇതെല്ലാം പെട്ടെന്ന് തോന്നുന്ന കൊതി ആയതുകൊണ്ട് ശർക്കര ഇപ്പുറത്ത് പാവ് കാച്ചിക്കൊണ്ടിരിക്കും, അപ്പുറത്ത് പയർ വെന്തുകൊണ്ടിരിക്കും. ശർക്കര ഏകദേശം ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്ത് പയർ ഒരു 5-6 വിസിലടിച്ച് ഓക്കെ ആയിട്ടുണ്ട്. 5-6 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനാവശ്യമായിട്ടുള്ള എയർ എല്ലാം കൂടി നമുക്ക് വെളിയിൽ കളയാം. പയർ ഏകദേശം ഈ പരുവെത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഓക്കാത്തത് കൊണ്ട് നൈസിന് ഒന്ന് മിക്സിയിലിട്ട് കുറച്ച് പയറെടുത്ത് അടിച്ചു. അതിനുശേഷം കുറച്ച് ഏലക്കയും വാരിയിട്ട് ഒരു പാക്കറ്റ് പാലും കൂടി പൊട്ടിച്ചൊഴിച്ച് പിന്നെ ആ പാവ് കാച്ചി വെച്ച ശർക്കര കുട്ടപ്പനയും കൂടി തിരിച്ചൊഴിച്ച് അതിനുശേഷം റൂമിൽ നോക്കിയപ്പം കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു. ആ കപ്പലണ്ടിയും കൂടി വറുത്ത് പായസത്തിലോട്ടിട്ടപ്പം നമ്മുടെ സുന്ദരനായ പയർ പായസം റെഡി. അപ്പം ഇതുപോലെ നിങ്ങൾക്കും തട്ടികൂട്ട് പായസം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.